ക്രിസ്തു ഒരേ സമയം വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലെ അപ്പത്തിലൂടെയും നമ്മുടെ ഇടയിൽ സന്നിധനാകുന്നു. യേശുവിൻ്റെ സാന്നിധ്യം വചനം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അതുവഴി നാം ദൈവത്തെയും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയും ആരാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില ഭാഗങ്ങൾ ഇപ്പോൾ ശ്രവിക്കാം. 103 സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്നതുപോലെ എക്കാലവും ആദരിച്ചിരുന്നു. കാരണം ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവൻ്റെ അപ്പം വിശ്വാസികൾക്ക് അനവരതം നൽകുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മുടെ പള്ളികളിൽ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1970കളിൽ സ്ഥാപിക്കപ്പെട്ട പള്ളികളെ ശ്രദ്ധിച്ചാൽ അറിയാം, വത്തിക്കാൻ കൗൺസിലിന് ശേഷം സ്ഥാപിക്കപ്പെട്ട പള്ളികളെ ശ്രദ്ധിച്ചാൽ അറിയാം, നടുക്കൊരു കുരിശും ഒരു വശത്ത് വിശുദ്ധ കുർബാനയും ഒരു വശത്ത് ബൈബിളും. ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പള്ളികൾ അങ്ങനെ കണ്ടു കാണും അല്ലേ, ഒരു വശത്ത് വിശുദ്ധ കുർബാന ഒരു വശത്ത് അപ്പോൾ ഈശോ 2 തരം അപ്പം നൽകുന്നതായിട്ടാണ്. എന്ന് വെച്ചാൽ കർത്താവ് വചനം നൽകുന്നു, കർത്താവ് ജീവൻ്റെ അപ്പം നൽകും. ജീവൻ്റെ വചനവും ജീവൻ്റെ അപ്പം, ഒരേ കർത്താവ് ഒരേ ദൈവം 2 മാധ്യമങ്ങൾ മനുഷ്യൻ നൽകുകയാണ്. ഏതൊക്കെയാണ്? വചനത്തിലൂടെ സന്നിഹിതനാകുന്ന ക്രിസ്തു, അപ്പത്തിലൂടെ സന്നിഹിതനാകുന്ന ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ഇന്ന് സാന്നിധ്യവൽക്കരിയ 2 ഭാവങ്ങളാണ്, വചനവും വിശുദ്ധ കുർബാനയും. ആ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ ഏറ്റുപറയുകയും ആ വിശുദ്ധ കുർബാനയെ ആദ്യകാലത്ത് വണങ്ങുകയും ഇപ്പോൾ സഭയുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നു. ഇല്ലേ, കുർബാനയെ നമ്മൾ ആരാധിക്കുന്നു. അപ്പോഴും സഭ പറയുന്ന കൃത്യമാണ്, വിശുദ്ധ കുർബാനയാകുന്ന അപ്പത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, മറിച്ച് ആരെയാ? വിശുദ്ധ കുർബാനയിൽ കുടികൊള്ളുന്ന യേശുവിനെയാണ് ആരാധിക്കുന്നത്. കണ്ടോ, സംഗതി മാറും. ഏതാണ്? വിശുദ്ധ കുർബാനയാകുന്ന അപ്പത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ വ്യത്യാസമായി. എന്ന് വെച്ചാൽ എന്തായിട്ട് മാറും? ചിലപ്പോൾ അത് വിഗ്രഹാരാധന പറയാം. പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ആരെയാ? വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനെയാണ് ആരാധന. ദൈവപുത്രനായ യേശുവിനെയാണ് ആരാധന. അതുപോലെ തന്നെയാണ് സഭ. അപ്പം അങ്ങനെ വണങ്ങുന്ന സഭ ആരെ കൂടെ വണങ്ങുന്നു എന്നാ പറയുക? കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളുന്നതായ വിശുദ്ധ ഗ്രന്ഥത്തെ വണങ്ങുന്നു. കണ്ടോ, ശരീരത്തെ എന്നതുപോലെ, കർത്താവിൻ്റെ തിരുശരീരത്തെ എന്നതുപോലെ വണങ്ങിയാണ്. ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്നതുപോലെ എക്കാലവും ആദരിച്ചിരുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയിൽ സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഗ്രന്ഥം ഉയർത്തി ആശീർവദിക്കുന്നുണ്ട് അല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തെ ധൂപിക്കുന്നുണ്ട്, നമ്മൾ ധൂപിക്കുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തെ ധൂപിക്കുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ ധൂപിക്കുന്നത്? അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, കാരണം നമ്മൾ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാകാം, ചിലപ്പോൾ വചനത്തെ എന്താ വെച്ചാൽ വചനം യേശുവിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്നത് കൊണ്ട്, യേശുവിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥത്തിൽ ആരുടെ സാന്നിധ്യമുണ്ട്? യേശുവിൻ്റെ സാന്നിധ്യം. പലപ്പോഴും നമ്മൾ വചനത്തെ അറിയും തോറുമേ നമ്മൾ ആ വചനത്തെ ആദരിക്കാനും വണങ്ങാനും ആ വചനത്തിൻ്റെ റെസ്പെക്റ്റ് കൊടുക്കാനും നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ അറിവില്ലാത്ത പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു പുസ്തകമായിട്ട്, എന്ന് വെച്ചാൽ വേറൊരു പുസ്തകമായിട്ട് മാറിപ്പോകാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ കുർബാന കൊണ്ടുപോകുമ്പോൾ നമ്മൾ വണങ്ങി നിൽക്കും, അല്ലെങ്കിൽ ആദരവ് കാണിക്കും. പക്ഷെ വചനത്തോട് നമ്മൾ പലപ്പോഴും ആദരവ് കാണിക്കാറില്ല. ഒരു പുസ്തകമായിട്ട് കരുതും. ഇപ്പോൾ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം ആശീർവദിക്കാനായിട്ട്, എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവരുമായിരുന്നു, അതാ വിശുദ്ധ ഗ്രന്ഥം ആശീർവദിക്കാൻ. അപ്പോൾ ഞങ്ങൾ പഠിച്ചേക്കണോ, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിലൊന്നും വിശുദ്ധ ഗ്രന്ഥം ആരെങ്കിലും ആശീർവദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ടോ? ഇല്ല, കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ അപ്പം ഞാൻ തിരിച്ചു വിട്ടിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഗ്രന്ഥം ആശീർവദിക്കേണ്ട കാര്യമില്ല, അതെന്നാ ഒരു ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം അതിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥമാണ് അല്ലേ? പക്ഷേ അപ്പോഴും ഞാൻ ഓർത്തു, പിന്നീടാണ് എനിക്ക് തോന്നിയത്, ശരിയാണല്ലോ, ഈ മാതാവിൻ്റെ രൂപം നമ്മൾ തൃശ്ശൂർ സെൻറ്റ് ആൻ്റണീസുകാരുണ്ടാക്കി കഴിഞ്ഞാലും മാതാവിൻ്റെ രൂപം വെഞ്ചരിച്ചാലും വെഞ്ചരിച്ചില്ലേ, അതെന്ത് രൂപമാണ്? മാതാവിൻ്റെ രൂപമാണ്. പിന്നെ എന്തിനാ അത് വെഞ്ചരിക്കണേ? ചിലപ്പോൾ എൻ്റെ ഒരു റിഫ്ലക്ഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. എന്തിനാ വെഞ്ചരിക്കണമെന്ന് ചിന്തിക്കും. കാരണം അതിനെന്തിനാ? അമ്മയുടെ പ്രത്യേകമായ
സാന്നിധ്യം ആ രൂപത്തിൽ കുടികൊള്ളാൻ വേണ്ടിയിട്ടാണ്. കർത്താവിനെ വിശുദ്ധീകരിക്കുകയും ആ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും. അപ്പോൾ അവിടെ ഒരു സാന്നിധ്യം ഉണ്ട്. അപ്പോൾ ആ രൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കണം. ഇതുപോലെ എനിക്ക് തോന്നുന്നതാണ് വിശുദ്ധഗ്രന്ഥം ഇപ്പോൾ ഡിവൈൻ പ്രസ്സിൽ അച്ചടിച്ച ഡിവൈൻ പ്രസ്സിൽ അടിച്ചതുകൊണ്ട് ഇത് ആ പുസ്തകം വിശുദ്ധമാവുമോ? വചനത്തിൻ്റെ ശക്തി കൊണ്ടാകും വചനത്തെ. പക്ഷേ ഇപ്പം എനിക്ക് ഇപ്പം തോന്നുന്നത് വിശുദ്ധഗ്രന്ഥം ആശീർവദിക്കാം. അന്ന് ആളുകൾ കൊണ്ടുവരുമ്പോൾ ഞാനും തിരിച്ചു വിട്ടിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ അത് ആശീർവദിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് ഇപ്പം ചിലപ്പോൾ തോന്നുന്നു. കാരണം ആ ദിവ്യ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനായിട്ട് ഇത് ആ അവബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദോഷമുണ്ട്. എന്നാൽ പൊക്കം കൂടുതലുള്ളതുകൊണ്ട് സാധാരണ മൈക്കൊന്നും പറ്റിയല്ല. അപ്പോൾ പ്രസംഗിക്കാൻ കയറി അൾത്താരെ കയറി കഴിഞ്ഞപ്പോൾ ദിവ്യാരണ സമാപനം എന്ന് വെച്ചാൽ ആരാധനയുടെ സമാപനത്തിൻ്റെ പ്രസംഗമാണ്. കയറി കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാൽ എനിക്ക് മൈക്ക് പൊക്കിയിട്ട് മാക്സിമം പൊക്കിയിട്ട് എത്തണില്ല. അപ്പോൾ ഞാൻ കപ്പ്യാർ വിളിച്ചിട്ട് പറഞ്ഞു, നീ മൈക്കൊന്ന് പൊക്കി വെച്ച് തരണമെന്ന്. പൊക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ പുള്ളി ഓടിപ്പോയി എടുത്തോണ്ട് വന്നത് എന്താ, പുള്ളി ഓടിപ്പോയി. എൻ്റെ ബൈബിള് കയ്യിലുണ്ട്. പുള്ളി ഉടനെ ഓടി എടുത്തോണ്ട് പോയി കൊണ്ടുവന്ന് വെച്ച് മൈക്കും പൊക്കി വെച്ചതെന്ന് എഴുതി മെസ്സേജ്. അപ്പോൾ എനിക്ക് ആദ്യമായി എന്തിനെക്കുറിച്ചാണ് എന്താ ഞാൻ പ്രസംഗിക്കുന്നത്? ദൈവജനത്തെ ഞാൻ എന്തിൻ്റെ സ്റ്റാൻഡായിട്ട് വെച്ചോണ്ടാണ് പ്രസംഗിക്കുന്നത്? മൈക്കിൻ്റെ സ്റ്റാൻഡായിട്ട് പ്രസംഗം. പക്ഷേ അത് ആ കൊണ്ടുവന്ന് വെച്ച എന്ന് വെച്ചാൽ ആ കപ്പ്യാർ പ്രാക്ടിക്കൽ സെൻസാണ് ഉപയോഗിച്ചത് ഇല്ലേ? ആ സമയത്ത് പൊക്കമുള്ള ഒരു സാധനം പുള്ളി കണ്ടത് എന്താ, വേറെ ഒന്നുമില്ല, ബൈബിളാണ് കണ്ടത്. പക്ഷേ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന പുള്ളി സാധാരണ ബുദ്ധി എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ സെൻസ് നമ്മൾ പറയും. കാരണം ഒരു സാഹചര്യത്തിൽ അച്ഛന് ആവശ്യമാണ്, അപ്പോൾ നമ്മൾ അപ്പോൾ എന്ത് വേണമെങ്കിലും ചിലപ്പോൾ ചെയ്യുന്ന. പക്ഷേ എന്ന് വെച്ച് വേറെ ഏതെങ്കിലും തിരുവസ്തുക്കളെടുത്ത് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുമോ? പലപ്പോഴും കാരണം അവൻ അറിയാതെ അത് വെച്ചാൽ ചിലപ്പോൾ വിചാരിച്ച് ചെവിക്ക് പിടിക്കുമെന്ന് അറിയാം അല്ലേ? പക്ഷെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാനും അതിന് ശേഷം പറയാൻ മറന്നുപോയി. വേറൊരു സ്ഥലത്ത് പണ്ടൊരിക്കൽ പോയപ്പോൾ ഇതൊരു അനുഭവം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് എന്ന് വെച്ചാൽ 2-3 വർഷത്തിന് ശേഷമാണ് ഇതുപോലെ ഒരു വീണ്ടും എക്സ്പീരിയൻസ് ഉണ്ടായത്. ഏതായാലും അതപ്പോൾ കൊണ്ടുവന്ന് വെച്ചതിൻ്റെ കാരണം ഈ സെൻസ് അല്ലെങ്കിൽ ഈ അറിവ് ആർക്ക് കിട്ടിയിട്ടില്ല? ഇത് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ എങ്ങനെയാ വിശുദ്ധമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന സെൻസ് ആർക്ക് കിട്ടിയിട്ടില്ല? വിശ്വാസികൾക്ക് കിട്ടില്ല. നമ്മൾ കൈവിട്ട്. ഇനി നമ്മൾ അത് ശ്രദ്ധിച്ചറിയാം. അപ്പോൾ ഒരു ഖുറാൻ ഒരു കടയിൽ ചെന്ന് മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ഖുറാൻ എടുത്ത് തരുന്ന രീതി ശ്രദ്ധിച്ചാണ്. ഞാൻ നാളെ ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഉണ്ട്, ബുക്സ് എക്സിബിഷന് അവിടെ എറണാകുളത്ത് അത് സന്ദർശിക്കാനായിട്ട് പോയപ്പോൾ അവസാനത്തെ ഷോപ്പ് വെച്ച് എന്ന് വെച്ചാൽ അവസാനത്തെ സെഷനിലാണ് ഖുറാൻ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ അതിൻ്റെ അകത്ത് ഖുറാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഖുറാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് പോലും വളരെ ഭവ്യതയോടുകൂടി അതിനോട് ഡീൽ ചെയ്യുന്നവർ. കാരണം എന്താ? വിശുദ്ധ ഖുറാൻ നമ്മളും പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. പക്ഷേ ആ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് പോലും എന്തായിട്ടാണ്? ഒരു പുസ്തകമായിട്ടാണ്. കാരണം എന്താ? ഈ ബോധ്യമാണ് സഭ പഠിപ്പിക്കുകയാണ്. അങ്ങനെയല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. എന്താ? വിശുദ്ധ കുർബാനയെ നമ്മൾ ആദരിക്കുന്നുവെങ്കിൽ, വിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന വചനങ്ങൾ കുടികൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ സഭ എങ്ങനെ ആരാധിക്കണമെന്ന് പറയുക? ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന വണ്ണം എക്കാലവും ആദരിച്ചിരുന്നു. അതുകൊണ്ട് ധൂപിച്ചതിന് ശേഷമാണ് എന്ന് വെച്ചാൽ വിശുദ്ധ ധൂപിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ വസ്തുക്കളെ ധൂപിക്കുന്നത് അല്ലെ വിശുദ്ധീകരിക്കപ്പെടാനും ധൂപിക്കാം, വിശുദ്ധ വസ്തുക്കളെയും ധൂപിക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയ്ക്ക് നമ്മൾ ധൂപിക്കുമ്പോൾ 3 പ്രാവശ്യം 3 എന്നാണ് അതിൻ്റെ കണക്ക്. പക്ഷേ പുണ്യാന്മാരുടെ ധൂപം ധൂപിക്കുമ്പോൾ 2 പ്രാവശ്യം വെച്ച് 3 പ്രാവശ്യം എന്നുള്ളതാണ്. ശവശരീരത്തെ നമ്മൾ മൃതസംസ്കാരത്തെ ധൂപിക്കും അല്ലെ ഒപ്പീസിന് ധൂപിക്കുമ്പോൾ 1 പ്രാവശ്യം വെച്ച് 3 പ്രാവശ്യം എന്നുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇപ്പം അതൊന്നുമില്ല അല്ലേ, ഇപ്പോൾ ഒന്നും പഠിപ്പിക്കാറില്ല. പക്ഷേ പണ്ടത് കൃത്യം ഡിഫറൻസാണ്. കാരണം അത് ബോധപൂർവം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്ന വണക്കമല്ല ഇതിന് കൊടുക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന് 2 പ്രാവശ്യം വെച്ച് 3 പ്രാവശ്യമാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ വിശുദ്ധ കുർബാനയുടെ അത്ര ആ ഗ്രേഡിലല്ല, അതിനേക്കാൾ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ ഏറ്റവും ഉന്നതമായ സാന്നിധ്യം സഭ അംഗീകരിച്ചേറ്റ് പറയുന്ന ഇതിലാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കർത്താവിൻ്റെ ശരീരത്തെ എന്നതുപോലെ എക്കാലവും സഭ ആദരിക്കുന്നു. ഈ ആദരവ് ആർക്കുണ്ടാകണം? നമുക്കും ഉണ്ടാകും. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മേശപ്പുറത്ത് വയ്ക്കുമ്പോഴും നമ്മളെങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എങ്ങനെ വെച്ചിരിക്കുന്നത്.
നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. എല്ലാവരും ഒരേ സ്ഥാനത്താണ് വെച്ചേക്കണത്? അല്ല. പക്ഷെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ റെസ്പെക്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് എന്തില്ലാഞ്ഞിട്ടാ? ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ വചനത്തെ നമ്മൾ അറിയണം. വചനത്തെ അറിയുന്തോറും വചനത്തെ സ്നേഹിക്കാനും ആദരിക്കാനും ആ വചനത്താൽ സ്വാധീനിക്കപ്പെടാനും ആർക്ക് സാധിക്കും? നമുക്ക് സാധിക്കും. ഇനി അടുത്ത വചനം വീണ്ടും പറയുകയാണ്, കാരണം ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഏകമേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവൻ്റെ അപ്പം വിശ്വാസികൾക്ക് അനവരതം നൽകുന്നതെന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ 2 കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. 2 കാര്യങ്ങളാണ്. കാരണം ഈശോ പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വചനവും കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം, വീണ്ടും ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 6:60 ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വീണ്ടും കേട്ടോ, ആ വചനത്തിന് വീണ്ടും നമുക്ക് ട്രാൻസ്ലേഷൻ കാണാം. എന്നുവെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവിൻ്റെ ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ഒപ്പം തന്നെ എന്തുവാണത്? ആത്മാവിൻ്റെ ജീവനാണ്. ഈശോ അവിടെ പറയുന്ന വാക്കതാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവിൻ്റെയും ജീവനാണ്. ആത്മാവും ജീവനുമാണെന്നുണ്ട്. ഒപ്പം തന്നെ എന്തുകൊണ്ട്? ആത്മാവിൻ്റെയും ജീവൻ. നമ്മുടെ ആത്മാവിന് തന്നെ ജീവൻ കൊടുക്കുന്ന ആരാ? ദൈവത്തിൻ്റെ വചനം, ഇല്ലേ? അത് എബ്രായക്കാർക്ക് ലേഖനം നമ്മൾ വായിച്ചു 4:12 വചനത്തെ വായിക്കുന്നു. എന്താണ്? കർത്താവിൻ്റെ വചനം സജീവവും ജീവദായ ഊർജ്ജസ്വലവും പിന്നെ എന്താ? ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ജീവദായകമാണത്. സജീവമാണ്, ജീവദായകമാണ്, ഇല്ലേ? ഊർജ്ജസ്വലമാണ്. ഊർജ്ജസ്വലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ലൈഫ്. അതിൽ തന്നെ ശക്തിയുണ്ട്. ഇത് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആത്മാവിൻ്റെയും ജീവന. ആത്മാവിന് തന്നെ ത്രസ്റ്റ് കൊടുക്കുന്നതാണ് ഏത്? ദൈവത്തിൻ്റെ വചനം. വളരെ അർത്ഥമാണത്. ആത്മാവും ജീവനാണെന്ന് പറഞ്ഞാൽ വചനം ആത്മാവും ജീവനുമാണ്. പക്ഷേ ആ വചനം നമ്മളെ ചെലുത്തുന്ന സ്വാധീനം, എൻ്റെ ആത്മാവിനെ ഉണർത്തുന്നത്, ജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും ഇപ്പം ഇവിടെ സമർപ്പിതരായിട്ടുള്ള സഹോദരിമാരുണ്ട്, അച്ഛന്മാരും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്. നമുക്കറിയാം ഈ ഒരു സമർപ്പണത്തിന് പ്രചോദനമേകുന്ന വാസ്തവത്തിൽ ഏതാ? ഞാനാ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ സമർപ്പണത്തിന് എന്നെ പ്രചോദിപ്പിച്ച് നിൽക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തെ, കുടുംബജീവിതത്തെ പ്രവേശിച്ച് നിങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്, നിങ്ങൾ ഒന്നിച്ചാണ് ജീവിക്കുന്നത്, ഐക്യത്തിൽ ജീവിക്കുന്നത്. പക്ഷെ അതിന് മുഴുവൻ ഒന്നിപ്പിക്കുന്ന ശക്തി ഏതാണ് വാസ്തവത്തിൽ? യേശുവിൻ്റെ ഒരു വചനമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഒറ്റ വചനമാണ്. എന്നുവെച്ചാൽ കത്തോലിക്കാ സഭയിലെ ഈ കോടാനുകോടി ദമ്പതികളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ദൈവത്തിൻ്റെ ഒരേ ഒരു വചനം. ആ വചനമാണ് അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. ഈ വിശ്വാസമാണ് കത്തോലിക്കാ സഭയിലെ കുടുംബ ബന്ധങ്ങളെ അതിൻ്റെ ശിഥിലതയ്ക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ശക്തി പകരുന്നത്. ഏത് വചനമാ? യേശുവിൻ്റെ ഒരു വചനം. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 6 വചനമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്ത്. അതുകൊണ്ടാണ് സഭ എന്തോരം സഹിച്ചിട്ടുണ്ട്. സഭ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ എന്നിട്ടും സഭയ്ക്ക് എന്നാ നിങ്ങളൊക്കെ തിരിഞ്ഞതല്ലേ, എന്നാ നീ 2ാമത് കല്യാണം കഴിച്ചോ അല്ലെ 3ാമത് കല്യാണം കഴിച്ച് ജീവിച്ചോ, കുഴപ്പമില്ല, ഏതൊക്കെയാലും കാരുണ്യം കാണിച്ചേക്കാം. സഭയ്ക്ക് കാരുണ്യം പോലും കാണിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധം. കാരണം ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാ ഇവരെ ഇങ്ങനെ വിഷമിപ്പിക്കണം? ശരിയാണ്, വിഷമിപ്പിക്കില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സഭയ്ക്ക് സാധിക്കുമോ? ഇല്ല. കാരണം സഭയ്ക്ക് വചനം വ്യാഖ്യാനിക്കാൻ ഇതുണ്ട്. വചനം മാറ്റാനുള്ള അധികാരമുണ്ടോ? ഇല്ല. ഒന്നും ചെയ്യാൻ, വ്യാഖ്യാനിക്കാം, പക്ഷേ വചനം മാറ്റാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ കാര്യം. ഇതാണ് സഭ എപ്പോഴും പൂജ്യതയോടുകൂടി വചനത്തെ ആദരിക്കുന്നു. കർത്താവിൻ്റെ ശരീരത്തെ എന്നതുപോലെ തന്നെ എക്കാലവും വചനത്തെ ആരാധിക്കും. നമ്മുടെ വചനപ്രതിഷ്ഠ അല്ലേ, ഇതെല്ലാം നടത്തുമ്പോൾ ആ വചനത്തെയാണ്. കാരണം നമ്മളറിയാം അൾത്താരയെ വചനം പ്രതിഷ്ഠിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇതനുസരിച്ച് അൾത്താരയിൽ വലതുവശത്ത് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിയുമ്പോൾ വലതുവശത്ത്, അങ്ങോട്ട് തിരിയുമ്പോൾ ഇടതുവശത്ത് വചനഗ്രന്ഥം വയ്ക്കണമെന്നാണ്. എന്തിൻ്റെ അർത്ഥമായിട്ടാണ്? യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമായിട്ടാണത് വചനം നമ്മളവിടെ അൾത്താരയുടെ വലതുവശത്ത് എന്ന് വെച്ചാൽ അങ്ങോട്ട് തിരിയുമ്പോഴാണ് അൾത്താരയുടെ ഇടതുവശത്ത് വചനം വയ്ക്കാനുള്ള കാരണം. കാരണം ആ സാന്നിധ്യത്തിനെയാണ്.
യേശുവിനെ വണങ്ങുന്നത് പോലെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ വണങ്ങുക. വീണ്ടും അവസാനത്തെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. സോ ഇത് വിശുദ്ധ ഗ്രന്ഥം സഭയുടെ ജീവിതത്തിൽ അവസാനത്തെ ഭാഗത്ത് നമ്മളിത് ഒന്നുകൂടെ വിശദീകരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിന് സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് വാസ്തവത്തിൽ സഭ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധന രേഖയിൽ 11ാമത്തെ ആർട്ടിക്കിളിൽ സഭ പറയുന്നുണ്ട്, ഹോളി മാസ് യുക്കറിസ്റ്റ് ഇസ് ദ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നാ പറയുക. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സും ഉച്ചകോടിയും ഉന്നതമായ പ്രകാശനവുമാണ്. സോ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ലൈഫ്. ഏതാണ്? വിശുദ്ധ കുർബാന. ഇതുപോലെ തന്നെ കണ്ടോ, അത് തന്നെ പറയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ വെറും മാനുഷിക വചനമായിട്ടല്ല സഭ സ്വീകരിക്കുന്നത്, പ്രത്യേകത അത് യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ടാണ്, ദൈവവചനമായിട്ടാണ്. അപ്പോൾ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കാണുന്നത് ആരുടെ വചനമായിട്ടാണ്? ദൈവത്തിൻ്റെ വചനമായിട്ടാണ്. ദൈവത്തിൻ്റെ വചനമായിട്ടാണ് സഭ കാണുന്നത്. അപ്പോൾ ആ ബോധ്യം എന്ന് വെച്ചാൽ സഭയുടെ വിശ്വാസം അതാണ്. അപ്പം അതുകൊണ്ട് എന്താ, സഭാജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളെയും നിയന്ത്രിക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? സഭയുടെ നിയമങ്ങളെയും സഭയുടെ സ്ട്രക്ചറുകളെയും ഏത് തലങ്ങളെയും നിയന്ത്രിക്കുന്നത് ഏത് കാര്യമാണ്? ദൈവത്തിൻ്റെ വചനമാണ്. കണ്ടോ, ഈ ഒറ്റ വചനം എന്ന് വെച്ചാൽ സഭയുടെ ഏത് തലം, ഏത് നിയമം എടുത്തോളൂ, ആണ് ആ നിയമങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനമില്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിന് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സഭ ഒരു കാര്യം ചെയ്യരുതെന്ന് പറയണമെങ്കിൽ അതിനെന്താ ഉണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ വചനം ഉണ്ടാകണം. കർത്താവ് പറഞ്ഞ വചനം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യരുതെന്ന് പറയാൻ പറ്റൂ. ഇനി സഭ ഒരു കാര്യം ചെയ്യണമെന്ന് പറയണമെങ്കിലും എന്തുണ്ടാകണം? ഉദാഹരണത്തിന് ഞാൻ കുട്ടികളോട് ചോദിക്കാറുള്ള കാര്യമാണ്, ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളും മുഴുവൻ കുർബാനയിൽ സംബന്ധിക്കണം, ഇല്ലേ? ആരുടെ കൽപ്പനയാണ് അത്? തിരുസഭയുടെ കൽപ്പന അല്ലേ? തിരുസഭയുടെ കൽപ്പന. അപ്പം നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ വരുന്നത് ആരുടെ കൽപ്പന പാലിക്കാനാ? തിരുസഭയുടെ കൽപ്പന ആണോ? തിരുസഭയുടെ 5 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പനയായ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ സംബന്ധിക്കണമെന്ന് തിരുസഭ ഇറ്റ്സ് എ പ്രീസെപ്റ്റ്സ് ഓഫ് ദി ചർച്ച്. കാരണം സഭയുടെ കൽപ്പനകളെന്ന് പറയും. അപ്പോൾ ആ കൽപ്പനകളിൽ ആ ഒന്നാമത്തെ കൽപ്പന സഭ അത് നിർദ്ദേശിക്കാൻ കാരണം എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. എന്താ കാരണം? ദൈവത്തിൻ്റെ കാരണം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അപ്പം ഈ നിയമം സഭ ഉണ്ടാക്കിയേക്കുന്നത് പോലും ഏതിൻ്റെ വെളിച്ചത്തിലാ? ദൈവവചനത്തിനാണ്. അതുകൊണ്ടാണ് കണ്ടോ സഭയുടെ നിരന്തരം പോഷണവും ശക്തിയും സ്വീകരിക്കുകയാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ മാനുഷികമായ ഏതാനും വ്യക്തികൾ എഴുതി നൽകിയ വചനമായിട്ടല്ല, മറിച്ച് എന്തായിട്ടാണ് നമ്മൾ കാണുന്നത്? ദൈവത്തിൻ്റെ വചനമായിട്ടാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്നത് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? ദൈവത്തിൻ്റെ വചനമാണ്. വീണ്ടും പറയുകയാണ്, അവസാനത്തെ സെൻറ്റൻസ് അതിൻ്റെ അകത്തെ അവസാനം പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ വചനത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വർഗീയ പിതാവ് തൻ്റെ മക്കളെ നിരന്തരം സന്ദർശിക്കുകയും തൻ്റെ മക്കളോട് നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്നു. കണ്ടോ, എന്തൊരു വലിയ ശക്തിയാണത്, എന്തൊരു വലിയ തിരിച്ചറിവാണ്. ദൈവം നമ്മെ സന്ദർശിക്കുന്നു. സന്ദർശിക്കുമ്പോൾ പ്രശ്നം എന്താ? വ്യത്യാസം, ഗുണം എന്താ? സാന്നിധ്യം, ഇല്ലേ? ഒരാളെ നമ്മളെ സന്ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്നാ? ആ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടുത്ത് നമ്മളായിരിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ്? നമ്മൾ ആരുടെ സന്നിധിയിലേക്കാണ് വരുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. ദൈവത്തിൻ്റെ സന്നിധിയാണ്. വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്ക് വരുന്നത് പോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ആരുടെ സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്? ദൈവത്തിൻ്റെ. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഏതിലൂടെ? ദൈവത്തിൻ്റെ വചനത്തിലൂടെ.
ഇനി ആ സാന്നിധ്യത്തിൻ്റെ അവസ്ഥയിലാണ്, ആ സാന്നിധ്യത്തിലൂടെ എന്താ ചെയ്യുന്ന ദൈവം? അതിലെ വചനങ്ങളിലൂടെ എന്ത് ചെയ്യുന്ന ദൈവം? തൻ്റെ മക്കളോടെന്നതുപോലെ നമ്മളോട് സംസാരിക്കുന്നു. നമ്മളെ മക്കളോടെന്നതുപോലെ സംസാരിക്കുക. അന്ന് മാത്രമല്ല, മറിച്ച് ഇന്നും എന്നും ഉണ്ട് ദൈവത്തിൻ്റെ സംസാരം. അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനമാണ് ഇതിൽ. കാരണം ഇതിലൂടെ ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നു. ആ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളോട് ഒരു ഉദാഹരണം മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന 1 മുതലുള്ള വചനങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം ദൈവം പ്രത്യക്ഷപ്പെടുന്ന അവസരം ഇല്ലേ. വാസ്തവത്തിൽ മുൾച്ചെടികൾക്കിടയിൽ കത്തുന്ന മുൾച്ചെടികളിൽ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ എന്താ വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇനി ആ സാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവം മോശയോട് സംസാരിക്കുന്നു. ഇത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വിശുദ്ധഗ്രന്ഥമാകുന്ന ആ ദിവ്യ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം പേറുന്ന ആ ഒരു ഗ്രന്ഥം, അല്ല വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയാം, ദൈവ സാന്നിധ്യം പേറുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു അവസ്ഥയാണ്, ഒരു മാധ്യമമാണ്. ആ മുൾച്ചെടി എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ് ഇല്ലേ? ഒരു മാധ്യമേ ഉള്ളൂ. ആ മുൾച്ചെടി, കത്തുന്ന മുൾച്ചെടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്ന് അതൊരു മാധ്യമമായിട്ട് തീരുന്നു. ആ അവസ്ഥയിലേക്ക് കടന്നു ചെന്ന മോശയോടാണ് ആര് സംസാരിക്കുന്നത്? ദൈവം സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വചനത്തെ സമീപിക്കും തോറും നമ്മൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരും. ആ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ, വചനം ശ്രവിക്കുമ്പോൾ, വായിക്കുന്ന വെച്ചാൽ ആക്റ്റീവാണ്, വചനം ശ്രവിക്കുക എന്ന് വെച്ചാൽ ആക്റ്റീവ് തന്നെയാണ്, പക്ഷെ നമ്മൾ റിസപ്റ്റീവാണ്. അപ്പോൾ വായിച്ച് ശ്രവിക്കുമ്പോൾ, സ്വയം വായിച്ച് ശ്രവിക്കുമ്പോൾ തന്നെ ആരുടെ വചനം നമ്മൾ കേൾക്കുന്നു? ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു. ദൈവം നമ്മളോട് ആരോടെന്നതുപോലെ? തൻ്റെ മക്കളോടെന്നതുപോലെ നമ്മളോട് സംസാരിക്കും. അപ്പം ഇതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ 1-ാമത്തെ ഭാഗത്ത് സഭ എന്താണ് വിശുദ്ധഗ്രന്ഥം എന്താണെന്ന് പറയുകയാണ്. ആ വിശുദ്ധഗ്രന്ഥത്തിന് വിശുദ്ധഗ്രന്ഥത്തെ സഭ കാണുന്നത് എങ്ങനെയാണെന്ന് പറയുക. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർക്കണം. വിശുദ്ധഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ആദ്യം മുതൽ വെളിപ്പെട്ടതിൻ്റെ പൂർണ്ണതയായിട്ട് ക്രിസ്തുവിൽ വെളിപ്പെട്ടത് വരെ ഉള്ള എല്ലാ വെളിപ്പെടുത്തലുകളും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ ഇവ തമ്മിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? പരസ്പര വിരുദ്ധമാണോ? അല്ല, മറിച്ച് പരസ്പര പൂരകമാണ്. എന്ന് വെച്ചാൽ ആദ്യം മുതൽ വെളിപ്പെട്ടത് അവസാനം വരെ വെളിപ്പെട്ടത് വരെ എല്ലാ ദൈവത്തിൻ്റെ ആവിഷ്കാരങ്ങളും വെളിപ്പെടുത്തലുകളും പരസ്പര പൂരകങ്ങളാണ്. അപ്പം ആ പരസ്പര വെളിപ്പെടുത്തേണ്ട പൂർണ്ണത ആരിലാണ് വന്നത്? യേശു ക്രിസ്തുവിലൂടെ. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട വചനത്തെ സഭ ആദരിക്കുന്നു. ആരെ എന്നതുപോലെ ആദരിക്കുന്നു? കർത്താവിൻ്റെ ശരീരത്തെ എന്നതുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു, വണങ്ങുകയും ചെയ്യുന്നു. വീണ്ടും ആ വണങ്ങുന്ന വചനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്നു. ആ സാന്നിധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ സാന്നിധ്യത്തിലൂടെ, ആ മാധ്യമത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഈ വചനം കേൾക്കാൻ ഈ ഒരു ഡിമെൻഷൻ, അപ്പം ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ തുടർച്ചയാണിത്. ഇതാ, വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ വിളിക്ക് അല്ലെ ദൈവത്തിൻ്റെ വെളിപാടിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ്. അപ്പം ആ ദൈവിക വെളിപാട് നമുക്ക് ലഭിക്കുന്ന ദിവ്യ സാന്നിധ്യമാണിത്. ഇതിലൂടെ ദൈവം നമ്മളോട് നമ്മെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരം എപ്പോഴും വിളിയുടെ സ്വരമാണ്, ഒരിക്കലും ഇമ്പോസിങ് ടോൺ അല്ല. ഇന്നത് അടിച്ചേൽപ്പിക്കുകയല്ല ജീവിതം.